നോക്കൂ, ഇതെന്താണെന്ന് പറയോ? ഇത് പൊതുവായ കാര്യമാണ്. ഇതൊരു കമ്പനിയാണ്. ഒരു ഷോപ്പ് ആണോ? ഇതൊരു ഷോപ്പിംഗ് മാളിനകത്തെ ഒരു ഷോപ്പാണ്. എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇനി കൂടുതൽ? ഇത് പെർഫ്യൂം ഷോപ്പ് ആണോ? എന്താണ് അനുഗ്രഹം എന്താ പറഞ്ഞല്ലോ? അനുഗ്രഹം പറഞ്ഞെന്ന് പറയും. അൽറിഫാം കമ്പനിയാണോ? അൽ വാട്ട്? അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് കാണുന്നത് വായിച്ചാണ്. അതെ, കാണുന്നത് ശരിക്കും വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്താണ് വായിക്കുന്നത്? കറക്റ്റ് ആയിട്ട് അൽറിഫായി. അൽ റിഫായ് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. 1 മാർക്ക്. അല്ല പറയൂ. ഇതൊരു പെർഫ്യൂം ഷോപ്പ് ആണോ? അല്ല അല്ല, ഇത് പെർഫ്യൂം ഷോപ്പ് അല്ല. അല്ല, ഇത് നോക്കൂ, ഇതാണ് ഷോപ്പ്. ഇപ്പൊ എന്താണെന്ന് പറയുന്നത്? എന്തിന്റെ ഷോപ്പാന്ന് മനസ്സിലാവില്ല ഇപ്പോഴും? ചോക്ലേറ്റ് സ്വീറ്റ്സിന്റെ ആണോ? നട്ട്സിന്റെ ഒരു ഷോപ്പാണ്. അൽ റിഫായ് എന്ന് പറയുന്ന കമ്പനി മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇവർക്ക് 300 ഔട്ട്ലെറ്റ്സ് ഇതുപോലത്തെ ഉണ്ട്. ഇതിൽ 10 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇവർക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ അവർ നടത്തും നിരന്തരമായിട്ട്. അതായത് ഇവരുടെ 100ഓളം നാഷണാലിറ്റികൾ ഇവരുടെ ഷോപ്പിൽ കയറി ഇറങ്ങും ഡെയിലി. അപ്പോൾ പലതരത്തിലുള്ള നാഷണാലിറ്റികളായിരിക്കും അവരുടെ ഷോപ്പുകളിൽ ഉണ്ടാകുക. അപ്പോൾ വരുന്ന കസ്റ്റമറോട് ഇവർക്ക് സ്റ്റാഫിനൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 300 ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ ഏകദേശം ഒരു 8-10 പേരെങ്കിലും ജോലിക്കാരായിട്ടുണ്ടാവും. 10-15 പേരുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 3000-4000 വരുന്ന ജോലിക്കാരുണ്ട്. അവരെങ്ങനെയാണ് ആളുകളോട് പെരുമാറണം എന്നുള്ളത് സെൻട്രൽ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. അപ്പൊ സ്വന്തമായിട്ട് സംവിധാനം ഉണ്ടാക്കാനും പറ്റില്ല. കാരണം സ്വന്തം ഓഫീസിലെ ആളെ നിരന്തരമായിട്ട് നിയമിച്ച് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പുറത്തുനിന്ന് ആളെ എടുക്കണം. ആ പുറത്തുനിന്ന് ആളെടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഡിസ്ഗൈസ്ഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ എന്താണ്? കസ്റ്റമർ അല്ല, കസ്റ്റമറുടെ രൂപത്തിൽ പറയൂ. അല്ല പറയൂ. കസ്റ്റമറിന്റെ രൂപത്തിൽ വേഷം മാറി വരുന്ന ഒരാള്, കസ്റ്റമറായിട്ട് അഭിനയിച്ച് വരുന്ന ഒരാൾ. എക്സാക്ട്ലി 3 മാർക്സ്. പ്രശോഭ് 3 മാർക്സ് ഫോർ എലവന. നേരത്തെ ആൻസറിന് രണ്ടാൾക്കും 2 മാർക്ക് വീതം ഉണ്ടായിരുന്നു. ഹോപ്പ് യു ആർ മാർക്കിംഗ് ഇറ്റ്. ആൻഡ് കസ്റ്റമറായിട്ട് അഭിനയിച്ചു വരുന്ന ആള് ഇങ്ങനെ ഒരു ജോബ് ഒരു സൈഡ് ഗിഗ് ആയിട്ട് അവര് പിന്നെ തന്നിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു ജോബ് ചെയ്തിരുന്നു 2017 കാലഘട്ടത്തിൽ. ഐ വാസ് ഇൻ ദുബായ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഞാൻ അവരുടെ ഏകദേശം 60ഓളം സെന്ററുകളിൽ ഞാൻ നിരന്തരമായിട്ട് വിസിറ്റ് ചെയ്തിരുന്നു. ഒരു സൈഡ് ഗിഗ് ആയിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ഒരു ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്താൽ 200 ദിർഹംസ് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരാഴ്ചയിൽ നമ്മുടെ സൗകര്യം പോലെ പോകണ്ടു. ഒരു ആഴ്ചയിൽ വീക്കെൻഡിൽ 5-10 എണ്ണത്തിൽ നമുക്ക് പോകാം. അങ്ങനെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്കത് ഒരു സൈഡ് ഗിഗ് ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ കിട്ടണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആ രീതിയിൽ പ്രൊഫഷണൽ ആകണം, നമ്മൾ അതിന് കേപ്പബിൾ ആണെന്ന് തെളിയിക്കണം, ഇന്റർവ്യൂ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു ജോബാണ്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പിന്നീട് നന്നാവും. അത് പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ അവര് തുടക്കത്തിൽ എനിക്ക് 10 ഔട്ട്ലെറ്റ് തന്നത്, പക്ഷെ അത് 60 ഔട്ട്ലെറ്റിലേക്ക് പിന്നെ സെന്റേഴ്സിലേക്ക് അത് മാറി. കാരണം എൻ്റെ പെർഫോമൻസ് റിപ്പോർട്ടും വളരെ നല്ലതായതുകൊണ്ട് അങ്ങനെ മാറി. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യല്ല, നിങ്ങൾ അത് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് വേറെ 1-2 പേരെ ഞാൻ ഹയർ ചെയ്തു. എന്നിട്ട് ഒരു സൈഡ് ഗിഗിൽ നിന്ന് ഞാനതൊരു സൈഡ് ഹസിലാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഞാനത് മാനേജ് ചെയ്യുന്നു, എനിക്ക് അതിനൊരു എക്സ്ട്രാ ഇൻകം നന്നായിട്ടുണ്ടാവുന്നു. ഞാൻ തന്നെ നേരിട്ട് പോകണമെന്നില്ല. ഒരു ബിസിനസ് പോലെ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റി. കുറെ കാലത്ത് 2-3 വർഷത്തോളം ഞാനത് അങ്ങനെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, സൈഡ് ഗിഗും സൈഡ് ഹസിലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മാർക്സ് ആൻഡ് സ്പെൻസറിൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നു. എന്താണ് മാർക്സ് ആൻഡ് സ്പെൻസർ ഏത് കൺട്രി എന്നുള്ളതാ അറിയോ? ഇല്ല സർ. ഇറ്റ് ഈസ് ഫ്രം ഇംഗ്ലണ്ട്. ഫ്രാങ്ക്ലിൻ മാർഷലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും വളരെ ഇറ്റാലിയൻ ഔട്ട്ലെറ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇപ്പോഴും അവരുടെ ജാക്കറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വർത്ത് ബൈയിങ് ഇറ്റ്. FM എന്നുള്ള പേര് വളരെയധികം പോപ്പുലർ ആണ്.
മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ യൂറോപ്പിലും. അവർക്ക് വേണ്ടിയിട്ടും ഈ സെയിം ജോബ് ഞാൻ നിരന്തരമായിട്ട് ചെയ്തിരുന്നു. ആൻഡ് ഗൈസ്, വാട്ട് ഇസ് ദിസ്? ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? സാർ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഫുഡ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നവരാണോ? ഓർഡർ ചെയ്തിട്ട് ഓർഡർ കൊണ്ടുവരുന്നവർ? കൊണ്ടുവരുന്നതിനുള്ള ആ സിമ്പിൾ ആണത്. യെസ്, കറക്റ്റ്. 3 മാർക്സ് പ്രശോഭ്. ആൻഡ് പ്രശോഭ്, ഇറ്റ് ഈസ് 8 o'clock നൗ. നമുക്ക് കുറച്ച് സമയം കൂടി കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. ലൈറ്റ് ആയിട്ടല്ലേ ലേറ്റ് ആയിട്ടല്ലേ തുടങ്ങിയത്? ഓക്കെ. അപ്പോ സൊമാറ്റോ പോലുള്ള സംവിധാനങ്ങൾ, യൂബർ പോലുള്ള സംവിധാനങ്ങൾ, ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ സൈഡ് ഹസിലും സൈഡ് ഗിഗും ഒക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത്. യൂബർ എന്ന് പറയുന്നത് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതായത് നിങ്ങൾക്ക് പക്ഷെ കുറച്ചുകൂടെ അത് സൈഡ് ഹസിലാണ്, നോട്ട് എ സൈഡ് ഗിഗ്. അല്ലെങ്കിൽ ഒരു പ്രൊഫഷനാണ്. നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് പോയി വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ യൂബർ ഈറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ യൂബർ ടാക്സി ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മളെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡെലിവറി കൊടുക്കാം. നമുക്ക് അതിൻ്റെ പൈസ കിട്ടുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം, ലേബർ മാർക്കറ്റ് വളരെയധികം ഫ്ലെക്സിബിൾ ആകുകയും ലോകത്താകമാനം ഫ്രീലാൻസിങ്ങിന് പ്രാധാന്യം വരികയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും ആ ലെവലിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഗ്ലോബലി ഫ്രീലാൻസേഴ്സും റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള ജോബുകളും ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ജോബുകളൊക്കെ കൂടും. ഈ സംവിധാനത്തെ പൊതുവായിട്ട് പറയുന്നതാണ് ഗിഗ് ഇക്കണോമി എന്നുള്ളത്. നിങ്ങളത് അറിയുന്നുണ്ടാവില്ല ഈ വാക്ക്. അപ്പൊ അതൊന്ന് എഴുതി വെക്കണം. വരുന്ന ആളുകളിലേക്ക് നിങ്ങൾക്കത് സഹായകരാകും. അതിൽ പെട്ടതാണ് ഇതൊക്കെ. യൂബർ ആയാലും ഫിവറും യൂബർ ഈറ്റ്സും ഒക്കെ. നേരത്തെ ഫിവറൊക്കെ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഗണത്തിൽ പെട്ടതാണ്. അത് വളരെ വലിയൊരു ബിസിനസ്സാണ്. ആ ഗണത്തിൽ പെട്ടതാണ് നമ്മൾ ഈ പറയുന്ന വാട്സപ്പ് പോലുള്ളത്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, Airbnb ആൻഡ് അലിബാബ, അതുപോലെ തന്നെ ആപ്പിൾ, ലാർജസ്റ്റ് ടാക്സി കമ്പനി യൂബർ, അങ്ങനെ തുടങ്ങി എല്ലാ കമ്പനികളും, ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും. ഓയോ ഹോംസ് നിങ്ങൾക്ക് അറിയണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചാറ്റ് GPT, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളേഴ്സിന്റെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇതൊക്കെ ഗിഗ് ഇക്കണോമി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. ആപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. ആ ആപ്പിനെ ബേസ് ചെയ്തിട്ട് ലോകത്താകമാനം കീഴടക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു. അതിലൂടെ പലരും വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിന്റെ വിശേഷം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ flexjobs.com രജിസ്റ്റർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. നോട്ട് ചെയ്യാവുന്നതാണ്. അത് ഫ്ലെക്സ് ജോബ്സിന്റെ സൈറ്റ് ഇങ്ങനെ ഇരിക്കും. അത് ഫ്ലെക്സ് ജോബ്സിലെ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് നമ്മുടെ സമയത്തിനും നമ്മുടെ കഴിവിനും ഒക്കെ അനുസരിച്ച്, നമ്മുടെ റീജിയൻ അനുസരിച്ച് ഒക്കെ നമുക്കതിൽ രജിസ്റ്റർ ചെയ്താൽ വർക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എത്ര ഡോളറാണ് നമുക്ക് വേണ്ടത് ഒരു മണിക്കൂറിൽ വർക്ക് ചെയ്താൽ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളിപ്പോൾ ഒരു ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് ഒരു $10 ഒരു മണിക്കൂറിന് കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾ തയ്യാറാവും. പക്ഷെ $100 കിട്ടാണ്ട് ഞാൻ തയ്യാറാവില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ ചെയ്യുന്ന വർക്ക് അതായിരിക്കും. അപ്പൊ അതിനെയും കൂടി ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫ്ലെക്സ് ജോബ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും.